നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ശാരീരികമായ അടുപ്പത്തിന്റെ അല്ലെങ്കിൽ ഇന്റിമസിയുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടൈം ലൈനാണ്. ഒരു റിലേഷൻഷിപ്പിലെ ആദ്യത്തെ സ്പാർക്ക് തൊട്ട് നമ്മുടെ തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ വരെ സ്വാധീനിക്കുന്ന അഗാധമായ ഒരു ബോണ്ട് ഉണ്ടാകുന്നത് വരെയുള്ള ആ ജേണി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി മനസ്സിലാക്കാം. പെട്ടെന്നൊരു ഫിനിഷിംഗ് ലൈനിലേക്ക് കുതിക്കുന്നതിന് പകരം ഈ പ്രക്രിയയുടെ ഓരോ ഘട്ടവും ബയോളജിക്കലി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കുന്നത് ശരിക്കും വളരെ കൗതുകകരമാണ്. ഈ ഒരു ടൈം ലൈനിനെ നമുക്ക് പ്രധാനമായും 5 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. 1. ആദ്യ ചുംബനത്തിന്റെ പ്രാധാന്യം. 2. ആകാംക്ഷയും താൽപ്പര്യവും വളർത്തൽ. 3. ആഴത്തിലുള്ള ചുംബനത്തിന്റെ സ്വാധീനം. 4. ചുണ്ടുകൾക്കപ്പുറമുള്ള സ്പർശനങ്ങൾ. പിന്നെ 5. ബന്ധങ്ങളിൽ ഇതിനുള്ള പങ്ക്. ആ ആദ്യ സ്പർശം മുതൽ നീണ്ടുനിൽക്കുന്ന ബന്ധങ്ങൾ വരെയുള്ള കാര്യങ്ങൾ ഇതിലുൾപ്പെടുന്നുണ്ട്. അപ്പൊ തുടങ്ങാലേ. ഒന്നാമത്തെ ഘട്ടം ആദ്യ ചുംബനത്തിന്റെ പ്രാധാന്യം, അഥവാ ആ തുടക്കത്തിലെ തീപ്പൊരി കണ്ടെത്തൽ. നമ്മളെ ടൈം ലൈൻ്റെ ഏറ്റവും തുടക്കത്തിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻസ്റ്റന്റ് ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ടെസ്റ്റാണ്. ആ ചുണ്ടുകൾ ആദ്യം കൂട്ടിമുട്ടുമ്പോൾ തന്നെ അവിടെ ഒരു മാജിക്കൽ സിങ്ക് അല്ലെങ്കിൽ ആ ഒരു സ്പാർക്ക് ഉണ്ടായില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇടയിൽ ഫിസിക്കൽ കമ്പാറ്റബിലിറ്റി ഇല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാകാം. ആ ഒരു കെമിസ്ട്രി ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ആ ബന്ധത്തിൽ തീവ്രമായ വികാരങ്ങൾ വളരുകയുള്ളൂ. രണ്ടാമതായി ആകാംക്ഷയും താൽപ്പര്യവും വളർത്തൽ. കാര്യങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആക്കുന്നതിലൂടെ പങ്കാളിയിൽ എങ്ങനെ വലിയ ആകാംക്ഷ വളർത്തിയെടുക്കാമെന്നാണ് ഇതിൽ പറയുന്നത്. ഒരു വികാരഭരിതമായ നിമിഷത്തിന്റെ കൃത്യമായ ടൈം ലൈൻ ഇതൊന്നാലോചിച്ചു നോക്കൂ. ആദ്യത്തെ വെറും മില്ലി സെക്കൻഡുകൾ, അതായത് പങ്കാളിയുടെ മുഖത്തു നിന്നും ഏതാനും മില്ലിമീറ്ററുകൾ മാത്രം അകലെ നിൽക്കുമ്പോൾ സ്വന്തം ചുണ്ടുകൾ നനയ്ക്കുന്നു. അടുത്ത സെക്കൻഡുകളിൽ ചുണ്ടുകളുടെ മൃദുവായ സ്പർശം, നിമിഷങ്ങൾക്ക് ശേഷം ആകാംക്ഷ വർദ്ധിപ്പിക്കാനായി പെട്ടെന്ന് പിന്മാറുന്നു. ഇതൊരു പക്കാ ബയോളജിക്കൽ റെസ്പോൺസാണ്. ഹൃദയമിടിപ്പ് കൂട്ടാനും വയറ്റിലാ ഒരു ഫീൽ ഉണ്ടാകാനും ഇത് കാരണമാകുന്നു. വളരെ സിമ്പിളായ 3 സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. പങ്കാളി ആകർഷിക്കുക, പെട്ടെന്ന് പിന്മാറുക, പിന്നെ ചുംബനത്തിന്റെ ആഴം കൂട്ടുക. ഈ സ്റ്റെപ്പുകൾ കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് അവർക്ക് യാതൊരു സംശയവും ബാക്കി വയ്ക്കാതെ തന്നെ നല്ലൊരു പാഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി 3-ാം ഘട്ടം ആഴത്തിലുള്ള ചുംബനത്തിന്റെ സ്വാധീനം, അഥവാ കാലാകാലങ്ങളിൽ ആഗ്രഹം എങ്ങനെ നിലനിർത്താമെന്ന് നോക്കാം. ബന്ധത്തിന്റെ ആ തുടക്കകാലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ടൈം ലൈൻ മുന്നോട്ടു പോകുമ്പോൾ തീർച്ചയായും ഇതിന്റെ രീതികളും മാറേണ്ടതുണ്ട്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് വർഷങ്ങൾ കടന്നുപോകുമ്പോൾ ഈ തീവ്രമായ ചുംബനങ്ങളൊക്കെ പുതിയ കപ്പിൾസിന് മാത്രമുള്ളതാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ലോങ് ടേം റിലേഷൻഷിപ്പുകളിൽ ആവേശവും പ്രണയവും നിലനിർത്താനുള്ള ഒരു മെയിൻ ടൂളാണിത്. വർഷങ്ങൾ കഴിഞ്ഞാലും ആഴത്തിലുള്ള ഒരു ചുംബനം നിങ്ങളുടെ പങ്കാളിക്ക് നൽകുന്ന സന്ദേശം ആദ്യ നാളുകളിലെ അതേ തീവ്രതയോടെ നിങ്ങൾ അവരെ ഇപ്പോഴും ആഗ്രഹിക്കുന്നു എന്നത് തന്നെയാണ്. 4-ാമത്തെ ഘട്ടം ചുണ്ടുകൾക്കപ്പുറമുള്ള സ്പർശനങ്ങൾ, അതായത് മറ്റ് സെൻസിറ്റീവായ ഭാഗങ്ങൾ കണ്ടെത്തൽ. ശരിക്കും തീവ്രമായ ഒരു ചുംബനം മുഖത്തിനപ്പുറം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പര്യവേഷണം ചെയ്യാനുള്ള നമ്മുടെ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. ശരീരത്തിലെ സംവേദനക്ഷമമായ ചില പ്രത്യേക ഇടങ്ങൾ അഥവാ ഇറോജനസ് സോണുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്തനങ്ങളിൽ സ്പർശിക്കുന്നതിനേക്കാൾ കൂടുതൽ വികാരമുണർത്താൻ കഴുത്തിലെ മൃദുവായ ചുംബനങ്ങൾക്ക് സാധിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. കഴുത്ത്, ചെവികൾ, തോളുകൾ എന്നിവ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൗമാരപ്രായത്തിനു ശേഷം കടിച്ചു മുറിവേൽപ്പിക്കുന്ന ലവ് ബൈറ്റുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പകരം വളരെ മൃദുവായി സ്പർശിക്കുന്നതാണ് പങ്കാളിയിൽ കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കുന്നത്. അവസാനമായി 5-ാം ഘട്ടം ബന്ധങ്ങളിൽ ചുംബനത്തിനുള്ള പങ്ക്, അഥവാ ഇതൊരു അന്തിമമായ ജൈവബന്ധമാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടൈം ലൈനിന്റെ ഈ ലാസ്റ്റ് ഫേസിലെത്തുമ്പോൾ ഇതിന്റെ ശരിക്കുമുള്ള സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ റോൾ എന്താണെന്ന് നമുക്ക് കാണാം. ഇതൊരു വലിയ സത്യമാണ്. ബന്ധങ്ങൾ തകരുമ്പോൾ സാധാരണയായി ലൈംഗികതയ്ക്ക് മുമ്പ് തന്നെ ചുംബനമാണ് ആദ്യം അവസാനിക്കുന്നത്. ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ്. അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അളക്കാനുള്ള ഏറ്റവും മികച്ച മാർഗമാണിത്. ഈ ലിറ്റ്മസ് ടെസ്റ്റിന് പിന്നിലെ സയൻസ് ശരിക്കും അവിശ്വസനീയമാണ്. നമ്മുടെ ചുണ്ടുകളിൽ ആയിരക്കണക്കിന് നാഡികളുണ്ട്. ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ ഇത് തലച്ചോറിലേക്ക് നിരന്തരം സന്ദേശങ്ങൾ അയക്കുകയും നമുക്ക് സന്തോഷം നൽകുന്ന കെമിക്കലുകൾ റിലീസ് ചെയ്യാൻ കാരണമാകുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കേവല സ്പർശനം മാത്രമല്ല, ശാശ്വതമായ ബന്ധം രൂപപ്പെടുത്തുന്ന ആഴത്തിലുള്ള കുറച്ചൊരു അഡിക്റ്റീവായ ന്യൂറോളജിക്കൽ പ്രക്രിയയാണ്. അപ്പോ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ,
നിങ്ങൾ വെറുതെ വേഗത്തിൽ അവസാനത്തിലേക്ക് കുതിക്കുകയാണോ അതോ ശാശ്വതമായ ഒരു നാഡീബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ന്യൂറോളജിക്കൽ ബോണ്ട് സ്ഥാപിക്കാൻ സമയമെടുക്കുകയാണോ? ഈ കണ്ട ടൈം ലൈനിൽ നിങ്ങളുടെ ബന്ധം എവിടെയാണ് നിൽക്കുന്നത്? വെറുതെയെല്ലാം വേഗത്തിൽ അവസാനിപ്പിക്കാതെ ഇതിനൊക്കെ അതിൻ്റേതായ സമയം നൽകുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആ മാജിക്കൽ തിങ് ഒന്നുകൂടി തിരിച്ചുപിടിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും സഹായിക്കും. ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ടോപ്പിക്കൂടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.